എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊല്ലൻറ്റ് 2 എന്ന ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 66. അതിന് മുമ്പ് എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷൂട്ട് ചെയ്യേണ്ട അടുത്ത് വന്ന കാര്യം പറയുമ്പോൾ ഒരു ചെറിയ സൈറ്റിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ അവരെ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പിടിച്ചുകൊണ്ട് പോയി തെളിവില്ലാതാക്കാനായിട്ട് പറഞ്ഞു. അതില്ലാതാക്കി അതായത് കൊന്നോളനോ അവരുടെ ഫാമിലിയും അറിയരുത്, അവരെയും കൊന്നു. ഷൂട്ട് ചെയ്യാനെതിരെ തിരിയാൻ ഇനി തെളിവുകളില്ല. ജോസിയപ്പോൾ ഈ നടക്കുന്ന ഇൻസിഡന്റ് മേജർ സെക്ടിലെ റിസർവ്ഡ് ഫോഴ്സിന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ആള് പേടിക്കുന്നത് അവന്റെ പ്ലാൻ അതിന്റെ പണിയാകില്ലേ എന്നാണ്. ഷൂട്ട് ചെയ്യാൻ ശരിയാണ്, ഈവൻ ടാങ്ക് സെറ്റ് ആയ ചെറിയ സെറ്റ് പോലെ ഒരുപാട് ടാലന്റ് ഹൈഡ് ചെയ്യുന്നു. അത് കൂടുതൽ അറിഞ്ഞിരിക്കണം. കൈട്ടോബിൾ ഇതിന് കാരണം റിയോ എംപയറാണ്. കറക്റ്റ് കാര്യം കണ്ടുപിടിച്ച് എങ്കിൽ അവരെ വെച്ച് കാര്യം പുറത്തു കൊണ്ടുവരും എന്ന് വാങ്ടോൺ പറയുമ്പോൾ ആ തെളിവ് ഓൾറെഡി ഇല്ലാതൊക്കെ കാണും. ഇത് യുഹാവക്കായിട്ടോന് ഡേഞ്ചറാണ്. അണ്ടർഗ്രൗണ്ട് സോൾ ഗാർഡിയൻ ടൂർണമെന്റിന് പോവാൻ എന്ന് പറയുമ്പോൾ യുഹാവ ഇല്ല, ആൾറെഡി അവരുടെ ആൾക്കാർ പറഞ്ഞത് കൊണ്ട് തന്നെ ടൈമോ ഉണ്ട്, ഇത് മതി. ശിശു അലയൻസിനെ പറ്റി കൂടുതൽ അറിയും, എനിക്കൊന്നും പറ്റില്ല എന്ന് വാങ്ടോണിനോട്. ശൗശോകൾ നാളെയാണ് നമ്മുടെ മാച്ച്, അത് ഫോക്കസ് ചെയ്യും എന്ന് പറയുന്നു. അവർക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. അതിനുശേഷം മാച്ച് ഡേ ഷ്രക്കിലെ വാങ്ക്യൂറെ മത്സരിച്ച് തോൽപ്പിച്ചു. അവരുടെ ടീം ഒരു സൈഡ് ജയിച്ചു വരുന്നു, മറ്റൊരു സൈഡിൽ കൂടി ഷൗമെങ്ങിന്റെ റിയോ റോയൽ അക്കാഡമി ഓരോ ടീംസിനെ തോൽപ്പിച്ച് വരുന്നു. പിന്നെ ടാങ്സെറ്റ് വാങ്ഡോ ഒരാൾ തോൽപ്പിച്ച്, ഷൗഷോ ഒരാൾ തോൽപ്പിച്ച്, യുഹാവാന്റെ അടുത്ത് വന്നവരൊക്കെ അവിടെ ഐസ്നോ ഐവിൻ സ്നോ എബിലിറ്റി ഉപയോഗിച്ച് ഓരോ ട്രം കാർഡ് ഒക്കെ യൂസ് ചെയ്ത് ടീംസിനെ തോൽപ്പിക്കുന്നു. അങ്ങനെ ടാങ്സെറ്റും ജയിച്ചു പോകുന്നുണ്ട്. ടോപ്പ് 32ലേക്ക് കയറി. അങ്ങനെ എലിമിനേഷൻ റൗണ്ട് അവസാനിച്ചു. ടോപ്പിലേക്ക് കയറാൻ കുറച്ച് മാച്ച് കൂടി എക്സ്ട്രാ മത്സരിച്ച് ആകെ ടയേർഡാണ്. അന്ന് ശൗശോ പറയുമ്പോ ആര് ടയേർഡ്, നീ അതിന് അവസാന മാച്ച് ഒന്നും കയറിയില്ലല്ലോ. അതിനുശേഷം 32 ടീം അത് ഗ്രൂപ്പ് ആക്കുകയാണ്. ഒരു ഗ്രൂപ്പിലെ 8 ടീമുകാർ അവർ തമ്മിൽ മത്സരിച്ചോണം റിയോ റോയൽ അക്കാഡമി, അതോടൊപ്പം ഷ്രക്ക്, പിന്നെ ടാങ്സെറ്റ് 3 ടീമും ഒരേ ഗ്രൂപ്പിൽ. അത് റിയോ എംപയറിന്റെ പ്ലാൻ തന്നെയാണെന്ന് അവരുടെ മുഖം കണ്ടറിയാം. ഇങ്ങനെയെങ്കിൽ ടാങ്സെറ്റ് ഷ്രക്കുമായിട്ട് റിയോ എംപയർ ടീമായിട്ടൊക്കെ മത്സരിക്കേണ്ടി വരും. അവർ മത്സരിച്ച് പുറത്താകും എന്നതാണ്. ഷ്രക്ക് അതുപോലെ ടാങ്സെറ്റ് പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. രണ്ട് സൈഡും സിംഗിൾ എംപയറിന്റെ ആണല്ലോ, അത് അവരുടെ പ്ലാനാണ്. അതിന്റെ മെയിൻ കാരണം ഷ്രക്ക് ടാങ്സെറ്റ് ഒരേ ഇതിലായതുകൊണ്ട് തന്നെ അവരുടെ ഹൈഡ് ചെയ്തിരിക്കുന്ന സ്ട്രെങ്ത് എല്ലാം പുറത്തെടുക്കേണ്ടി വരും. കാരണം രണ്ട് സൈഡും പരസ്പരം അറിയാവുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാലോ. അപ്പോൾ ഹിഡൻ ടെക്നിക്ക് എല്ലാം എടുക്കേണ്ടി വരുമല്ലോ. ഏതാ അവർക്ക് അവരുടെ പ്ലാൻ ഇതാണെന്ന് മനസ്സിലായി. യുഹാവ എന്ന ഇത് നമുക്ക് ഫേവർ കൂടിയാണ്, പറയാം ബാക്കി എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി. പിറ്റേന്നായി ആദ്യ ടാങ്സെറ്റ് റിയോ റോയൽ അക്കാഡമി വന്നു. ഇരിക്കുമ്പോൾ ഹോംസിന് കുറെ നാളായല്ലോ, കുറെ ഉപയോഗമില്ലാത്തവരെ തോൽപ്പിച്ച് വന്നു, നമ്മളായിട്ട് മത്സരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന ടെൻഷനായിരുന്നു എന്ന് കളിയാക്കുമ്പോൾ അങ്ങനെ കഴിഞ്ഞ ഫൈനലിൽ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയല്ലോ. അത് കഴിഞ്ഞ് മീൻ കച്ചവടം തുടങ്ങി എന്ന് കരുതി ഇനി വല്ല ബിസിനസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഫുൾ പേയ്മെന്റ് ചെയ്തവ എന്ന് തിരിച്ചൂക്കി. മാച്ച് തുടങ്ങി വാങ്ടോങ് ആദ്യം പോകുന്നു. അവരുടെ മാച്ച് അവള് ഫ്ലൈ ചെയ്ത് ഏറില് അവൻ സോൾ ടൂളൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ആദ്യം അവളും മാറി പോവുകയാണ്. അവൻ വിചാരിച്ച് പേടിച്ച് മാറുകയാണെന്ന്. അതുകൊണ്ട് തന്നെ കെയർലെസ് കാണിക്കാൻ തുടങ്ങി. ഫയർ പോലുള്ളതൊക്കെ വെച്ച് കാനോണ് അതെല്ലാം അവൾക്ക് നേരെ വിട്ടു. എന്നിട്ട് ചിരിച്ച് ഇരിക്കുകയാണ്. ഈ സമയം യുഹാവന്റെ പ്ലാൻ പോലെ വാങ്ടോങ് അവരെ നേരെ ചെന്നു. അത് കണ്ട ഉടനെ അവൻ ഷീൽഡ് ഉപയോഗിച്ച് യുഹാവനറിയാൻ 7 പേരുടെയും മുഴുവൻ എക്യുപ്മെന്റ് ലിസ്റ്റും ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കണം. അതുപോലെ തന്നെ റിസർവ് ടീമിന് മത്സരിക്കാനും കഴിയില്ല. പ്ലേയേഴ്സിന് ഇതില് വീക്ക് പോയിന്റ് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കാനൺ പൊട്ടിച്ച് എക്സ്പ്ലോഷൻ ആക്കി. അവന്റെ ഒരു കൈയില്ലാതെ യുഹാവന്റെ പ്ലാൻ അവരുടെ എക്യുപ്മെന്റ്സ് ഇൻഡിവിജ്വൽ മാച്ചിൽ തന്നെ ഇല്ലാതാക്കാൻ കൂടിയാണ്. അടുത്ത ആളോട് തീർത്തേക്ക്. അടുത്ത ആൾ വന്ന് അതിന്റെ പേര് ശൗശോ അങ്ങനെ പറയാം. അവന്റെ അഡ്വാൻസ്ഡായ സോൾ ടൂൾ എടുത്ത് അത് ഉപയോഗിച്ച് വാങ്ടോങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അവള് പിന്നെ മുൻപത്തെ പോലെ മാറി പോകുന്നു. അങ്ങനെ അത് ഒരു വഴി കൂടെ കുറച്ചു നേരം അവന് പിറകെ കൂടി നോക്കി, എന്നാ കഴിഞ്ഞില്ല. അവന്റെ ടൂള് പിറകെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാനോൺ വിടുമ്പോൾ അത് അവള് ഇല്ലാതാക്കാൻ നോക്കി. അവന് നേരെ വന്ന അറ്റാക്ക് ഷീൽഡ് യൂസ് ചെയ്ത് തുടങ്ങിയ ഷീൽഡ് അത് അവള് പൊട്ടിക്കാൻ നോക്കുന്നെങ്കിൽ കഴിയുന്നില്ല. പിന്നെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അവൻ ക്ലോസ് റേഞ്ച് കോമ്പാക്ട് സോൾ ടൂള് അത് ഉപയോഗിക്കണം. അതുകൊണ്ട് കായിട്ടുകൊണ്ട് അതിശയം, അതെങ്ങനെയാണ് അവൻ ഇത്ര ഫെയർ ഇല്ലാതെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അവന്റെ ഷീൽഡിന്റെ ധൈര്യത്തിലാണ്. എന്നാൽ വാങ്ടോങ്ങിന്റെ സ്ട്രെങ്ത് അവൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. അവൾ ഗോസ്റ്റ് ട്രേസ് ചെയ്ത് മാറി. ക്ലോസ് റേഞ്ച് അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ അടുത്ത് വെച്ച് തന്നെ പൊട്ടി. അവന്റെ സോൾ ടൂൾ എല്ലാം അവൻ അറ്റാക്ക് ചെയ്യാൻ വന്നത് മൊട്ട തടഞ്ഞു. അവൻ ആൾറെഡി വെളിയിലായി. അങ്ങനെ 2 മാച്ച് ജയിച്ചു. അവൾ തിരിച്ചു പോന്നു. എനിക്കങ്ങനെ തോൽക്കാൻ പറ്റില്ല, റഫറിയും എന്ന് പറഞ്ഞ് മാറി. അവൻ അറ്റാക്ക് ചെയ്ത ഉടനെ യുഹാവ അവൻ തെറിച്ച് മയങ്ങി വിടുന്നു. അവന്റെ അറ്റാക്കില് വാങ്ടോവിന് പരിക്കൊറ്റി. ഇത് ഫൗളാണ് എന്ന് കണ്ടെന്ന് എല്ലാവരും പറയുന്നു. ഇത് റൂൾസ് തെറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ റൂൾസാ, നമ്മളാണ് ആ റൂൾസ് എന്ന് റിയു
യുഹാബിൾ ഇത് കാണിച്ചത് അതിന് ടാങ്സെറ്റിന് എക്സ്പ്ലനേഷൻ വേണം എന്ന് പറയുമ്പോൾ മൊട്ട ഞാനാണ് റഫറി. യുഹാബ് അവനെ അറ്റാക്ക് ചെയ്തു. ഔട്ട്സൈഡ് ഒരു മാച്ചിൽ പ്ലെയറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ അവനെ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഷോക്ക്. ശൗശോ അത് പറയുകയാണ്, ഇത് റിയോ എംപയറിന്റെ ഭാഗത്ത് തെറ്റാണല്ലോ, അത് ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളെ ഡിസ്ക്വാളിഫൈ ചെയ്തു, റഫറെ ജഡ്ജ് ചെയ്തതിന്. എല്ലാവർക്കും ഇതുകൊണ്ട് ദേഷ്യം പറയാനായിട്ട് തുടങ്ങി. അവിടെ ഉള്ളവർ കുറ്റം പറയാനായിട്ട് തുടങ്ങി. ഞാനാണ് റഫറി, ഞാൻ തീരുമാനിക്കും. അപ്പൊ തന്നെ ഒറ്റ അടി. ചീഫ് റഫറി ജൻഷാനോട് വന്നു, നീയാണോ റഫറി? കണ്ടുവരുന്ന എല്ലാവർക്കും കാര്യം എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ മൊട്ടയെ റഫറി പദവി ഡിസ്ക്വാളിഫൈ ആക്കി. ഇനി മുതൽ ടൂർണമെന്റിലെ ജൻഷാനായിരിക്കും നോക്കുക. കായിട്ടു കണ്ടിട്ട് ജൻഷൻ ചീഫ് കൂടിയായിരുന്നു എന്ന് അതിശയം. മറ്റവനെ പുറത്താക്കി. മാച്ചിലില്ലാത്തവർ ഇപ്പൊ തന്നെ വെക്കൂ. വാങ്ഡോങ്ങിന് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ കായിട്ടുവിനോട് പോകാനായിട്ട് പറയുന്നു. അവനും വന്ന് നിൽക്കുന്നു. രണ്ടുപേര് സോൾ ഗൈഡ് മാസ്റ്റേഴ്സ് അവരുടെ സോൾ ടൂൾ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ കായിട്ടുവിന്റെ സോൾ ടൂൾ എല്ലാം കിട്ടിലുമാണല്ലോ. ലെവൽ 7 കാനോൺ എടുത്തത്. അതുകൊണ്ട് അവൻ ഷോക്ക്, ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാണ് ഷോക്ക്. കാരണം കസ്റ്റമൈസ് ആണല്ലോ, അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഷോക്കുണ്ട്. എല്ലാവരും ഷോക്ക് തന്നെ. എങ്കിലും അവന്റെ അറ്റാക്ക് നിന്റെ എത്ര ഷീൽഡ് വെച്ച് തടയുന്നു നോക്ക് എന്ന് പറഞ്ഞു വിട്ടു. അത് രണ്ടും ഇടിച്ച് അവന്റെ എക്യുപ്മെന്റ്സ് ആൾറെഡി ഫെയിൽ ഔട്ടായി. ഷീൽഡ് നോക്കി കഴിഞ്ഞില്ല, എല്ലാം പൊട്ടിച്ച് ഇല്ലാതാക്കി. അവ അങ്ങനെ വീണു. അതും ടാങ്ക് സെറ്റ് ജയിച്ചു. അടുത്തത് ഹോങ്സനാണ് വരുന്നത്. അവൻ വന്നിട്ട് യുഹാവനെ വിളിച്ച് എല്ലാവരും അവൻ വന്ന് ഇനി ജയിക്കാന്നൊക്കെ പറഞ്ഞു. യുഹാവ് അപ്പോ ഇൻഡിവിജ്വൽ മാച്ച് ഗീവ് അപ്പ് ചെയ്തു. ടീം മാച്ചിനെ വിളിച്ച്. അത് കേട്ട് ഹോങ്സൻ ചമ്മിപ്പോയി. ചൂയപ്പോ അവ കറക്റ്റ് കാര്യം തന്നെ ചെയ്തു. കാരണം റൂൾസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. മെയിൻ 7 പ്ലേയേഴ്സ് വേണം. ആൾട്ട് 3 പേരെ നോട്ട് ഔട്ട് ആക്കി. അവർക്ക് 2 പേർക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. ഒരുത്താൻ പുറത്തായി. ഇനി 4v7 ആണ്. ഹോങ്സൻ ആണെങ്കിൽ അവരെ നോക്കുന്നു, ഓഡിയൻസിനെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര്. എന്ന് അവൻ പിന്മാറി. എങ്ങനെ കാര്യം അറിയാം. അവരുടെ ടീം തന്നെ ഗീവ് അപ്പ് ചെയ്തു. ടാങ്ക് സെറ്റ് ജയിച്ചു. ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ദേഷ്യം. അത് കഴിഞ്ഞ് അണ്ടർഗ്രൗണ്ട് കോമ്പറ്റീഷൻ അവരുടെ മാച്ച് നടന്നത്. അത് വളരെയധികം സാറ്റിസ്ഫൈറ്റിക് ആയിട്ട് പറയുമ്പോൾ ഹോങ്സന്റെ മാച്ച് കണ്ട് അവൻ മെന്റലി വളരെയധികം സ്ട്രോങ് ആയി. ഓപ്പോണൻസിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ടൈം തീർന്ന് 88, 66, 48, 33 എന്നീ ടീമല്ല എന്നീ പേര് ജയിച്ച്. 88, 66 യുഹാവയും കായിട്ടു. 66 യുഹാവയും 88 കായിട്ടു. അവർക്ക് കാർഡ് കിട്ടി. അവർ പോകുമ്പോൾ വേറെ ജയിച്ച 96, 90 അവരുടെ കയ്യിലുള്ള നൈഫ് അത് റയർ ആയതാണ്. ചെന്ന് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പവർഫുള്ളായ സോൾ ഗൈഡ് മാസ്റ്റേഴ്സ് ആണ്. അവരാരോ മനഃപൂർവ്വം ഇൻവൈറ്റ് ചെയ്ത് വരുത്തിയതാണ്. അങ്ങനെയെങ്കിൽ എല്ലാ സൈഡ് വെച്ച് നമുക്ക് ഹാർഡാണ്. റിയോ എംപയറിന്റെ അടുത്ത പ്ലാൻ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.